പെരിന്തൽമണ്ണ നഗരസഭ ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. നഗരസഭ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11 ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതിയിൽ 11 ഭിന്നശേഷിക്കാർ ഗുണഭോക്താക്കളായി. വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ്, കെ ഉണ്ണികൃഷ്ണൻ, നെച്ചിയിൽ മൻസൂർ, ICDS സൂപ്പർവൈസർ സൈനബ, കൌൺസിലർമാർ, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷാന്ത് എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ 2023-24 വാർഷിക പദ്ധതിയിൽ നഗരസഭ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സ്കൂട്ടർ വിതരണം, അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. നഗരസഭ കഴിഞ്ഞ തവണ പദ്ധതിയിൽ 20 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചത്. 11 പേരാണ് അപേക്ഷകരായി മുഴുവൻ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തത്. അവർക്ക് എല്ലാവർക്കും കൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായമായിട്ട് മാറും. ഇതിൽ നമുക്കറിയാം, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജോലി ചെയ്യുന്നതിന്, സഞ്ചരിക്കുന്നതിന് ഇത്തരം വാഹനങ്ങൾ അനിവാര്യമാണ്. അപ്പം മുൻ കൗൺസിലുകൾ അനുവദിച്ച ആളുകളുണ്ട് ഇതിൽ. ആ വാഹനങ്ങൾ കാലപ്പഴക്കം ചെന്ന് റിപ്പയറിങ്ങിനായി, അതേപോലെ തന്നെ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അതേപോലെ തന്നെ പുതിയ ആപ്ലിക്കേഷനുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായമാണ് ഇന്ന് നഗരസഭ ചെയ്തിട്ടുള്ളത്. ആ 11 പേരുടെയും ഭാവി, അതായത് ജോലി സംബന്ധമായ, സഞ്ചാര സംബന്ധമായ പ്രശ്നത്തിനാണ് ഒരു പരിഹാരം നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ നഗരസഭ ഭിന്നശേഷി സൗഹൃദവും ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും അധികം പദ്ധതികൾ, ഒരു സഹായങ്ങൾ ചെയ്യുന്ന നഗരസഭയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എത്ര അപേക്ഷ വന്നാലും സ്കൂട്ടർ ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ആ ഫണ്ട് അനുവദിച്ചു, അതിൻ്റെ ഭാഗമായി അപേക്ഷകൾ ക്ഷണിച്ചു. ആ വന്ന അപേക്ഷകർക്ക് മുഴുവൻ നമുക്ക് വാഹനം ലഭ്യമാക്കാനും കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. ഇത്തരം ആളുകളെയാണല്ലോ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, സഹായിക്കണം. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് അവർക്ക് ഈ സ്കൂട്ടറുകൾ നഗരസഭ നൽകിയിട്ടുള്ളത്. ഇനി അവരാണ് അവരുടെ ജോലിയായാലും സഞ്ചാരമൊക്കെ ആയിട്ടും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മളെ കൈത്താങ് എന്ന നിലക്ക് നമ്മൾ ഈ സ്കൂട്ടർ കൊടുക്കാൻ വളരെ താല്പര്യത്തോടു കൂടി തന്നെ ശ്രമിച്ചു. അത് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. നമുക്ക് ഏകദേശം 13ഓളം അപേക്ഷകൾ വന്നു. 2 അപേക്ഷകൾ റിജക്റ്റായി. 11 പേരുടെ അപേക്ഷകളാണ് നമുക്ക് പരിഗണിക്കാൻ ആയത്. മറ്റ് റിജക്റ്റായിട്ടുള്ള അപേക്ഷകൾ പരിശോധിച്ച് അവരെ കൂടി സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അടുത്ത തവണ കൊടുക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് കൂടി കൊടുക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിൽ കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടാവില്ല സർക്കാർ. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് അവരെ സഹായിക്കുക. അതോടൊപ്പം ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് കൊടുക്കാൻ വേണ്ടി. CCN പെരിന്തൽമണ്ണ.